നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നും റഷ്യ യുക്രൈൻ യുദ്ധം ആളിക്കത്തുന്നതിനിടയിലും ആഗോള രാഷ്ട്രങ്ങൾ വൻ ഭീതിയുടെ നിഴലിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആണവായുധ പ്രയോഗത്തിലേക്ക് ഈ യുദ്ധങ്ങൾ വഴിമാറുമോ എന്നതാണ് ലോകവ്യാപകമായുള്ള പ്രധാന ആശങ്ക. ഇത്തരം ആശങ്കകൾക്കിടയിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 6-ന് ഇറാൻ തങ്ങളുടെ എക്കാലത്തെയും വലിയ ഭാരമേറിയ പെലോഡടങ്ങിയ റോക്കറ്റ് വിക്ഷേപണം നടത്തുകയുണ്ടായി. ഇറാൻ ഒതുക്കത്തിൽ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനെ വെറുമൊരു ബഹിരാകാശ ദൗത്യമായി മാത്രം പരിഗണിക്കാനാകില്ല. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 130 മൈൽ അകലെയുള്ള സെമിനാൻ പ്രവിശ്യയിൽപ്പെട്ട ഇമാം ഖൊമേനി സ്പേസ് പോർട്സിൽ നിന്നുമാണ് സിമോർഗ് അഥവാ ഫീനിക്സ് എന്ന റോക്കറ്റിന്റെ വിക്ഷേപണം നടത്തിയത്. ഇതിൽ ഫഖർ 1 ടെലികമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹവും സമാൻ 1 സ്പേസ് ഡെക്കും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. താഴ്ന്ന ഭ്രമണപഥങ്ങളിൽ നിന്ന് ഉയർന്ന പഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഓർബിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് സമൻ 1. ദ്രാവക ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന വിക്ഷേപണ വാഹനം സിമോർഗ് എന്ന ഐതിഹ്യ ഇറാനിയൻ പക്ഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്കായി വിനിയോഗപ്പെടുത്താൻ ഉതകുന്ന പുതു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നതിന്റെ സൂചനയായാണ് പ്രതിരോധ വിദഗ്ധർ ഈ വിക്ഷേപണത്തെ കാണുന്നത്. ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം വളരെയധികം വർദ്ധിപ്പിച്ചുവെന്നും അങ്ങനെ ആയുധ ഗ്രേഡ് പരിശുദ്ധിയിലേക്ക് ഇറാൻ അടുക്കുന്നുവെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സിമോർഗ് റോക്കറ്റിന്റെ വിക്ഷേപണം സംബന്ധിച്ച് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ സൂചനയും ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്നതിലേക്ക് തന്നെയാണ്. ടെഹ്റാനിലെ സമ്പുഷ്ടമായ യുറേനിയൻ ശേഖരം കണക്കിലെടുത്താൽ ഇറാന് 1 ഡസനിലധികം ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് US രഹസ്യാന്വേഷണ ഏജൻസിയും മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഭരണകൂടങ്ങൾ ഇത്തരം വിക്ഷേപണങ്ങൾക്കെതിരെ ഇറാന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളിലും പ്രയോഗിക്കാനാകുമെന്നാണ് ഇത്തരം രാഷ്ട്രങ്ങൾ വാദിക്കുന്നത്. ഏകദേശം 660 പൗണ്ട് പെലോഡ് വഹിച്ചുള്ള ഇറാന്റെ വിജയകരമായ സിമോർഗ് റോക്കറ്റ് വിക്ഷേപണം ഒരിക്കലും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമല്ല എന്ന് ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിയുടെ സീനിയർ ഫെലോയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള സമഗ്ര റിപ്പോർട്ടായ ആഴ്സണലിന്റെ രചയിതാവുമായ ബെഹനം ബെൻ താലിബ്ലു വെളിപ്പെടുത്തുകയുണ്ടായി. സിമോർഗ് ഒരു ലിക്വിഡ് പ്രൊപ്പലന്റ് കാരിയർ റോക്കറ്റാണ്. കൂടാതെ ദീർഘദൂര സംവിധാനം നിർമ്മിക്കുന്നതിനാവശ്യമായ സമയം കുറയ്ക്കുന്നതിനുള്ള ഒരു പാലമായി അതിന്റെ ലിക്വിഡ് പ്രൊപ്പലന്റും സോളിഡ് പ്രൊപ്പലന്റ് കാരിയർ റോക്കറ്റുകളും ഉപയോഗിക്കാമെന്നുമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുടർച്ചയായ ശ്രമങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ കഴിവുകളും വികസിപ്പിക്കാനുള്ള ടെഹ്റാന്റെ ചുവടുവയ്പായാണ് ഈ രംഗത്തെ പ്രതിരോധ വിദഗ്ധരും ഇറാന്റെ ഈ റോക്കറ്റ് വിക്ഷേപണത്തെ വീക്ഷിക്കുന്നത്. ഇമാം ഖൊമേനി സ്പേസ് പോർട്ടിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റ് ഒരു ഓർബിറ്റൽ പ്രൊപ്പൽഷൻ സിസ്റ്റവും ഭൂമിയിൽ നിന്ന് 250 മൈൽ ഉയരത്തിൽ പരിക്രമണം ചെയ്യുന്ന 2 ഗവേഷണ സംവിധാനങ്ങളും വഹിച്ചുവെന്ന് AP ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും പ്രകാരം ഉപഗ്രഹങ്ങളെ ഉയർന്ന പരിക്രമണ മനോഭാവത്തിലേക്ക് തള്ളാൻ ഈ സംവിധാനം ഇറാനെ പ്രാപ്തമാക്കും. ഈ കഴിവ് ഇറാൻ വളരെ കാലമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ്. ഇറാന്റെ സൈന്യത്തിനായുള്ള ഫഖർ 1 ഉപഗ്രഹമാണ് ഈ റോക്കറ്റ് വഹിച്ചതെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഇതാദ്യമായാണ് ഒരു ഇറാനിയൻ സിവിലിയൻ പ്രോഗ്രാം സൈനിക പെലോഡ് വഹിക്കുന്നത്. ഇറാൻ ബഹിരാകാശ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ലിക്വിഡ് പ്രൊപ്പലന്റ് ബഹിരാകാശ പദ്ധതിയും IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സോളിഡ് പ്രൊപ്പലന്റ് ബഹിരാകാശ പദ്ധതിയും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സർക്കാർ തെളിയിച്ചിട്ടുണ്ട്. ഈ 2 ബഹിരാകാശ പരിപാടികളും നേരിട്ടുള്ള സൈനിക പദ്ധതികളുടെയും ഭാഗമാണ്. ബെൻ താലിബ്ലു വിശദീകരിക്കുന്നു. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്മേൽ UN നിർബന്ധിത നിരോധനങ്ങൾ വളരെ കാലമായി ലംഘിച്ചിട്ടുണ്ട്. ഇറാന്റെ ഈ നീക്കങ്ങൾ 2018 അന്താരാഷ്ട്ര ഇറാൻ ആണവ കരാറിൽ നിന്ന് US പിന്മാറുന്നതിൽ കലാശിച്ചു. എന്നിരുന്നാലും ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ അത് വിക്ഷേപിക്കുമെന്ന ഭീഷണി അത്തരം സാങ്കേതിക വിദ്യ വർദ്ധിപ്പിക്കുമെന്നുള്ളത് അതിന്റെ ബഹിരാകാശ മിസൈൽ വികസനത്തിലേക്കുള്ള മുന്നേറ്റങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ വളരെ കാലമായി ആശങ്കപ്പെടുത്തി വരികയാണ്. ഇറാൻ 20% പരിശുദ്ധി നിലവാരം മാത്രമല്ല 60% മുതൽ 90% ശുദ്ധിയുള്ള ആയുധ ഗ്രേഡ് ശേഖരം ഇറാൻ വർദ്ധിപ്പിച്ചതായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ വർഷം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നുവെന്ന
ചർച്ചകളെ തുടർന്നുണ്ടായ അന്താരാഷ്ട്ര സമ്മർദ്ദം തടയുന്നതിനുള്ള ഒരു ഉപകരണമായും ഈ വിക്ഷേപണത്തെ ഉപയോഗിക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസി അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ബഹിരാകാശ പരിപാടിയുടെ മറവിൽ മറ്റുദ്ദേശങ്ങളും ഇറാൻ നടപ്പാക്കി വരികയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് സ്പേസ് പ്രോഗ്രാമുകളിൽ ഏർപ്പെടുന്നതിലൂടെ അതിന്റെ ആണവ പദ്ധതിയും വളർന്നു വരികയാണ്. ബെൻ തലേബ്ലു ചൂണ്ടിക്കാണിക്കുന്നു. ഭരണകൂടം അതിന്റെ ന്യൂക്ലിയർ സേബറിനെ അലട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ വിക്ഷേപണങ്ങളെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ ആശങ്കാകുലരാകണമെന്നും അദ്ദേഹം പറയുന്നു. സിമോർഗ് വിക്ഷേപണ വാഹനത്തിന്റെ സഹായത്തോടെ ഇറാൻ നടത്തുന്ന 8ാമത്തെ വിക്ഷേപണമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 6 നടത്തപ്പെട്ടത്. ഒന്നിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വഹിക്കാൻ സിമോർഗിനുള്ള ശേഷി പരീക്ഷിക്കുകയായിരുന്നു ഈ വിക്ഷേപണത്തിന്റെ പ്രധാന ലക്ഷ്യമായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിരവധി തവണ സിമോർഗ് വിക്ഷേപണം പരാജയപ്പെട്ട ശേഷമാണ് ഇറാൻ പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഗാസ ആക്രമണം രൂക്ഷമാവുകയും ലെബനനിൽ വെടിനിർത്തൽ ചട്ടം ലംഘിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉപഗ്രഹ വിക്ഷേപണം എന്നതും ശ്രദ്ധേയം. വാർത്തയുടെ നിറം തേടി തനിനിറം.